വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിക്കുന്നതിൽ ആശങ്കയേറുന്നു. നായയുടെ കടിയേറ്റ് മരണപ്പെടുന്നതിൽ കുട്ടികളും ഉണ്ടെന്നതാണ് ആശങ്കയ്ക്ക് കാരണം. വാക്സിൻ സൂക്ഷിക്കുന്ന കോൾഡ് സ്റ്റോറേജുകളടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അതേസമയം പേവിഷബാധയേറ്റ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 8 വയസ്സുകാരിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ശാലിനി വിവരങ്ങളുമായി ഒപ്പം ചേരുകയാണ്. ശാലിനി, ഈ 4 വരികൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത ആശങ്കയാണ്. കാരണം ഒരു നായ കടിച്ചാൽ അല്ലെങ്കിൽ വിഷബാധയുള്ള ഏതെങ്കിലും ഒരു ജീവി കടിച്ചാൽ മരണമുറപ്പോ എന്ന ചോദ്യമാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. വാക്സിൻ എന്തിന് എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. പറയും. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏറ്റവും ഒരു ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ 4 മാസത്തിനിടെ 12 പേവിഷബാധ മരണങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം 13 വയസ്സുകാരി ഇതേപോലെ തന്നെ പേവിഷബാധ ഏറ്റതിന് ശേഷം വാക്സിൻ എടുത്തിട്ടും ആ കുട്ടിക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം. ഇന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാനായി എത്തുകയും ചെയ്യുകയാണ്. കൂടാതെ തന്നെയാണ് കൊല്ലം ജില്ലയിൽ 8 വയസ്സുകാരി പേവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നത്. ഇപ്പോഴും ആ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് പറയാറായിട്ടില്ല. അങ്ങനെ ആശങ്കാജനകമായ സാഹചര്യത്തിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള അലംഭാവമുണ്ട് എന്നുള്ള സൂചനകളും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും ഒക്കെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ പേവിഷബാധ ഏറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാധാരണ ഒരു മൃഗത്തിന്റെ കടിയേറ്റാൽ, പ്രത്യേകിച്ച് പട്ടികളുടെ കടിയേറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായും സാധാരണ ജനങ്ങൾ ആദ്യം പോയി വാക്സിൻ എടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ വാക്സിൻ പോലും വിശ്വാസമില്ല എന്നുള്ള തെളിയിക്കുന്ന കണക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് കുറേ ദിവസങ്ങളായി സംസ്ഥാന വ്യാപകമായി വന്നുകൊണ്ടും ഇരിക്കുന്നത്. അത്തരത്തിൽ ഈ വാക്സിനുകൾ സൂക്ഷിക്കേണ്ടത് കൃത്യമായി കോൾഡ് സ്റ്റോറേജിലാണ്. അത് 3 മുതൽ 4 ഡിഗ്രി ഒക്കെ ഇതിന്റെ താപനിലയൊക്കെ കൃത്യമായി ക്രമീകരിച്ചാണ് അത് ആ ഒരു ഊഷ്മാവിലാണ് അത് സൂക്ഷിക്കേണ്ടത്. പക്ഷേ അതിലൊരു ചെറിയ വ്യത്യാസം പോലും ഈ വാക്സിനുകളുടെ ഗുണനിലവാരത്തെ കാര്യമായി ബാധിക്കുമെന്നുള്ളതാണ് കണ്ടെത്തുന്നത്. അങ്ങനെ കൃത്യമായി അത് സൂക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ അതിന്റെ ഈ ഒരു അപകടത്തെ അല്ലെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യമായി മാറുകയും ചെയ്യുന്നത്. മാത്രമല്ല ഈ മരുന്നുകളുടെ ഡേറ്റുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളൊക്കെയാണ് ഇവർ കുത്തിവെക്കുന്നത് എന്നുള്ളൊരു ആശങ്ക ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. അതിൽ കൃത്യമായ പരിശോധനകളും പരിഗണനകളും ഒക്കെ വേണം എന്നൊരു ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഗുണനിലവാരമില്ലാത്ത വാക്സിനുകൾ, ഒപ്പം തന്നെ ഇത്തരത്തിൽ ഊഷ്മാവ് കൃത്യമായി ക്രമീകരിക്കാതെ വാക്സിൻ സൂക്ഷിച്ച് അത് കൃത്യമായി പരിപാലിക്കാതെ ആ വാക്സിൻ കുത്തിവെച്ച് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും സംസ്ഥാന വ്യാപകമായി കാര്യക്ഷമ പരിശോധനയും ഒപ്പം തന്നെ കാര്യക്ഷമമായ നടപടികളും ഇക്കാര്യത്തിൽ വേണമെന്നൊരു ആവശ്യം കൂടി ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടികളെ, ചെറിയ കുട്ടികളെയാണ് ഈ നായകൾ കടിക്കുന്നത്. ആ നായകൾ കടിച്ചതിന് ശേഷം അതിന് വാക്സിൻ എടുക്കുന്ന കുട്ടികളുടെ ജീവനുകളാണ് ഇല്ലാതാകുന്നത്. അതിൽ കൃത്യമായ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു പരാതികൾ കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആശങ്കാജനകമായ സാഹചര്യമാണ്. 12 പേവിഷബാധ മരണങ്ങൾ 4 മാസത്തിനിടെ സംഭവിച്ചു. ഇപ്പോഴും അത്തരത്തിൽ പേവിഷബാധ ഏറ്റ് അതിന് വാക്സിൻ എടുത്ത് ആരോഗ്യനില തൃപ്തികരമാകാതെ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണവും അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണവും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ആശങ്കാജനകമായ സാഹചര്യം മാറണമെന്നൊരു ആവശ്യം ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. നിരവധി പരാതികളാണ് ഈ വാക്സിന്റെ ഗുണനിലവാരത്തെ പറ്റി അടക്കം ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്തത്. കൃഷ്ണരാജ്, ചലി രോഗം വരാതെ സൂക്ഷിക്കുക, അതാണല്ലോ പൊതുവായി പറഞ്ഞു കേൾക്കുന്നത്. ഇതിപ്പോൾ നായ കടിക്കാതെ സൂക്ഷിക്കുക എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതായത് വിശ്വസിച്ച് വാക്സിൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അതിലാണ് ഏറ്റവും വലിയ ആശങ്ക, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അത് തന്നെയാണ്. കാരണം നായ കടിച്ചതിന് ശേഷം, ഇത് ഇപ്പൊ കഴിഞ്ഞ ദിവസം 13കാരിയുടെ മരണത്തിനിടയാക്കിയത് അടുത്ത വീട്ടിലെ നായ കടിച്ചതാണ്. നായ കടിച്ച് തൊട്ടു പിന്നാലെ തന്നെ അവർ പോയി വാക്സിൻ എടുത്തിരുന്നു. പക്ഷേ വാക്സിൻ എടുക്കുന്നതിന് മുൻപ് തന്നെ, വാക്സിൻ എടുത്ത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ നായ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നായ മരിച്ചിട്ടും അതിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ഉടമകളോ ആരോഗ്യവകുപ്പോ കൃത്യമായ പരിഗണന ആ കുട്ടിയുടെ കാര്യത്തിൽ നൽകിയില്ല എന്നുള്ളതാണ് ആ കുട്ടിയുടെ മരണം സംഭവിക്കാൻ ഇടയാക്കിയതും. തൊട്ടു പിന്നാലെയാണ് തലസ്ഥാന ജില്ലയിലടക്കം നിരവധി പേവിഷബാധ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. തെരുവ് നായ്കളുടെ എണ്ണം പെരുകുകയാണ്. അതിന്റെ വന്ധീകരണമോ അല്ലെങ്കിൽ അതിനെ കൃത്യമായി അതിന്റെ കാര്യങ്ങൾ നോക്കാനോ ഓരോ നഗരസഭകളും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ശ്രമിക്കുന്നില്ല. ഒപ്പം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള അലംഭാവം കൂടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ള പരാതികൾ കൂടിയാണ് വരുന്നത്. എന്തായാലും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പേവിഷബാധ ഏറ്റിട്ടോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നായയുടെ കടി ഏറ്റതിന് ശേഷം ഒരു വാക്സിൻ എടുക്കുകയല്ല, പകരം നായ കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമാണ് പൊതുജനങ്ങൾ ഇനി സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്
എന്നുള്ളതാണ് ഇത്തരം കണക്കുകളിൽ നിന്നും ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും പേവിഷബാധ ഏറ്റ് മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലും സർക്കാർ തലത്തിലും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അലംഭാവമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്തായാലും പേവിഷബാധ ഏറ്റുള്ള മരണങ്ങൾ ഇനിയും റിപ്പോർട്ട് ചെയ്യാതിരിക്കപ്പെടാൻ കാര്യമായ ഉണർന്ന് പ്രവർത്തിക്കണമെന്നൊരു പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് കാര്യമായി ഉണർന്ന് പ്രവർത്തിക്കണമെന്നൊരു ആവശ്യം കൂടി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില എന്താണ്? കൃഷ്ണരാജ്, നിലവിൽ ഇപ്പോഴും ആ കുട്ടിയുടെ ആരോഗ്യനിലയെ പറ്റിയിട്ട് കൃത്യമായ കാര്യങ്ങൾ ആശുപത്രി അധികൃതർ പറയുന്നില്ല. തൃപ്തികരമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം 13-കാരി ഏകദേശം 2 ഡോസ് വാക്സിൻ എടുത്ത് 3ാമത്തെ ഡോസ് വാക്സിൻ എടുക്കുന്നതിന് മുൻപാണ് ആ കുട്ടിയുടെ മരണം സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ആശങ്കപ്പെടേണ്ട എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. പക്ഷേ അതിലൊരു കൃത്യമായ ഉത്തരം ആശുപത്രി അധികൃതർ നൽകുന്നില്ല എന്നുള്ളത് ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം 8 വയസ്സുകാരിയാണ്, ചെറിയ കുട്ടിയാണ്. കുഞ്ഞു കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് ചെയ്യുന്നത്. അതിൽ വാക്സിനുകൾ എടുക്കുന്നുണ്ട്. എല്ലാ ഡോസ് വാക്സിനും ആ കുട്ടിക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ള പ്രാഥമികമായ വിവരങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുമുള്ളത്. SAT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ആ കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശുഭവാർത്ത. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിക്കപ്പെടുകയാണ്. ആരോഗ്യവകുപ്പ് കൃത്യമായൊരു ഉത്തരം നൽകുന്നില്ല. നായയുടെ കടിയേറ്റ് മരണപ്പെടുന്നതിൽ കുട്ടികളും ഉണ്ട് എന്നതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്നത്. വാക്സിൻ സൂക്ഷിക്കുന്ന കോൾഡ് സ്റ്റോറേജുകളിൽ എന്താണ് അവസ്ഥയെന്ന് അറിയേണ്ടതുണ്ട്. കാരണം കൃത്യമായ തണുപ്പ് കിട്ടുന്നുണ്ടോ മരുന്നിന്, അതിന് കൃത്യമായ തോതിൽ അത് ആവശ്യമാണ്. അതൊക്കെ ലഭ്യമാകുന്നുണ്ടോ എന്ന അന്വേഷണം വേണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത്. പേവിഷബാധയേറ്റ് തിരുവനന്തപുരം SATയിൽ ഒരു കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്. 8 വയസ്സുകാരിയാണ്. കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശാലിനി എസ് ആണ് വിവരങ്ങൾ നൽകിയത്.